ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. 7ാമത്തെ ശ്ലോകം. ധാവന്നശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം കഃ കാലചക്രമതിലംഘയതീത്യപാസ്തശർവം യയൗ സ ച ഭവന്തമവന്തതൈവ. ധാവന്നശേഷഭുവനേഷു ഭിയാ സ പശ്യൻ. ധാവൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കുക. അവിടെയെല്ലാം എങ്ങും ഒരിടത്തും സമാധാനത്തോടെ നിൽക്കാനാകാതെ ഓടിപ്പോവുകയാണ്, പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അശേഷഭുവനേഷു, സകല ലോകങ്ങളിലും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭിയാ സ പശ്യൻ. ഭിയാ, ഭയന്നിട്ട്. ഇവിടെ ദുർവാസാവ് മഹർഷിയുടെ കാര്യമാണ് പറയുന്നത്. ഭയന്നിട്ട് അങ്ങനെ ലോകമെമ്പാടും എല്ലാ ലോകങ്ങളിലും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ പിന്നാലെ പാഞ്ഞെടുക്കുന്ന സുദർശന ചക്രം. തനിക്കാണെങ്കിലോ എങ്ങും നിൽക്കുക, ഒരു നിമിഷം കൂടി നിൽക്കുക വയ്യ. സുദർശന ചക്രം തൻ്റെ പിന്നാലെയുണ്ട്. അങ്ങനെ ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് സ പശ്യൻ, കണ്ടിട്ട്. വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം. വിശ്വത്ര, വിശ്വത്ര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, എല്ലാ ലോകങ്ങളിലും. ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം. ചക്രം അപി തേ ഗതവാൻ. ചക്രം അപി, ഈ ചക്രം ഈ മുൻപേ കുതിക്കുന്ന ഓടുന്ന ദുർവാസാവ് മഹർഷിയും പിന്നാലെ ചക്രവുമുണ്ട്. ദുർവാസാവ് മഹർഷി മാത്രമല്ല, പിന്നാലെ ചക്രവും ഗതവാൻ വരുന്നത് കണ്ടിട്ട്. വിരിഞ്ചം, വിരിഞ്ചം എന്നാൽ ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ ഇങ്ങനെ പിറകെ ചക്രം വരുന്ന കണ്ടപ്പോൾ ആദ്യം ദുർവാസാവ് മഹർഷി ഓടി ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ അതായത് ഈ പ്രയാണത്തിൽ ആദ്യം എത്തിച്ചേർന്നത് ബ്രഹ്മലോകത്താണ് എന്നർത്ഥം. ഓടി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ കാലചക്രമതി ലംഘയതീത്യപാസ്ത. കാലചക്രമതി ലംഘയതി ഇതി അപാസ്തഃ. കുറച്ചധികം വാക്കുകളുണ്ട്. കഹ എന്ന് പറഞ്ഞാൽ ആർക്കാണ്? കാലചക്രം, ഈ കാലചക്രത്തെ. അതിലംഘയതി, അതിനെ ഒന്ന് ഖണ്ഡിക്കുവാൻ, അഥവാ ഈ കാലചക്രത്തെ അതിക്രമിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? ഇതി അപാസ്തഃ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് കൈയൊഴിഞ്ഞു. തൻ്റെ അടുത്തേക്ക് വന്ന ദുർവാസാവിനെ ഈ സുദർശന ചക്രത്തിൽ നിന്നും രക്ഷിക്കുവാൻ ബ്രഹ്മാവിന് കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം സുദർശനം 1000 മുനകളുള്ള സുദർശന ചക്രം എന്ന് പറയുന്നത് സാക്ഷാൽ കാലസ്വരൂപൻ്റെ കൈകളിലേന്തിയിട്ടുള്ള കാലചക്രം തന്നെയാണ്. അങ്ങനെയുള്ള ഈ കാലചക്രത്തെ ലംഘിക്കുവാൻ, അതിക്രമിക്കുവാൻ ആർക്കാണ് കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് കൈയൊഴിഞ്ഞു. അവിടെ നിന്നും ശർവം യയൗ, ശർവം എന്നാൽ ശിവന്, പരമശിവൻ്റെ അടുത്തേക്കാണ് യയൗ പോയത്. എളുപ്പം പോയി പരമശിവൻ്റെ അടുത്ത് ചെന്നിട്ട് ശരണം പ്രാപിച്ചു. സച ഭവന്തമവന്തതൈവ. സഹ ച, അദ്ദേഹമാകട്ടെ, അതായത് ആ പരമശിവനാകട്ടെ, ഭവന്തം അവന്തത ഏവ. ഭവന്തം അവന്തത, വന്നിട്ട് ഒന്ന് കൈവണങ്ങുക മാത്രമാണ് ചെയ്യുവാൻ കഴിഞ്ഞ. അവന്തത ഏവ, ഒന്ന് കൈവണങ്ങുവാൻ മാത്രമേ. കാരണം ഈ വൈഷ്ണവ ചക്രം അവിടെ ശിവൻ്റെ അടുത്ത് വരുമ്പോൾ ഭഗവാൻ പരമശിവൻ എന്താ പറയുന്നത്? ഈ വൈഷ്ണവ ചക്രം ആരുടേതാണോ അദ്ദേഹത്തെ തന്നെ പോയി അഭയം പ്രാപിക്കൂ എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയുകയാണ്. എന്ന് പറഞ്ഞാൽ തനിക്ക് അതിന്മേൽ അധികാരമില്ല, ഇത് തൻ്റെ അധികാരത്തിൽ പെടുന്നതല്ല ഈ സുദർശന ചക്രം എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ പരമശിവനും ദുർവാസാവ് മഹർഷിയെ കൈയൊഴിഞ്ഞു. ഇവിടെ പരമശിവൻ എന്ന് പറയുന്നതും കോപത്തിൻ്റെ
കോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ഭഗവാന്. പക്ഷേ എന്നിട്ടും ഈ കോപത്തിനടിമപ്പെട്ട് ഈ ദുരന്തങ്ങളൊക്കെ വലിച്ച് തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ഓടി വന്ന ദുർവാസാവ് മഹർഷിയെ രക്ഷിക്കുവാൻ സാക്ഷാൽ പരമശിവനും തയ്യാറായില്ല. പറഞ്ഞതെന്താ? ഈ വൈഷ്ണവ ചക്രം എൻ്റെ അധികാരത്തിൽ പെടുന്നതല്ല, അതുകൊണ്ട് ഇതാരുടേതാണോ അദ്ദേഹത്തെ തന്നെ പോയി അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞ് വിട്ടു. നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. ധാവന്ന ശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം കഃ കാലചക്രമതിലംഘയതീത്യപാസ്തശർവം യയൗ സച ഭവന്തമവന്തദൈവം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ധാവൻ അശേഷ ഭുവനേഷു. ധാവൻ അശേഷ ഭുവനേഷു ആണ്. ഇവിടെ ന എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുവാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് കഹ് കാലചക്രമതിലംഘയതീത്യപാസ്തശർവം. ഇവിടെ കഹ് എന്ന അക്ഷരത്തിന് ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ കാലചക്രം അതിലംഘയതി ഇതി അപാസ്തഃ, ഇങ്ങനെയാണ് അവിടെ വാക്കുകൾ വരുന്നത്. അതുകൊണ്ട് കാലചക്രം അതിലംഘയതി, മായ്ക്ക് കാലചക്രം അതി, അവിടെ മായുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ ഇതി അപാസ്തഃ, കാലചക്രം അതിലംഘയതീത്യപാസ്ത. ത്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. അപാസ്ത ആണ്. പിന്നെ അടുത്തത് അപാസ്തശർവം, അവിടം വരെയും കഴിയുന്നതും ചേർത്ത് വായിക്കുക. കാലചക്രം അതിലംഘയതീത്യപാസ്തശർവം, അവിടെ അങ്ങനെ വായിക്കുമ്പോൾ ശ കൂട്ടക്ഷരമാണ്, അത് ശ്രദ്ധിക്കുക. ഇനി അത് ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് കാലചക്രമതിലംഘയതീത്യപാസ്തഃ, അവിടെ വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ വായിച്ചുകൊണ്ട് ശർവം യയൗ എന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ശ കൂട്ടക്ഷരമല്ല, ശർവം എന്നാൽ ശിവന്. പിന്നെ അടുത്തത് ഭവന്തമവന്തദൈവ. ഭവന്തം അവന്തത ആണ്, മായുടെ ആകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. ഭൂയോ ഭവന്നിലയമേത്യമുനിം നമന്തം പ്രോചേ ഭവാനഹമൃഷേ നനുഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാൻവിതമേവ മാന്യം യാഹ്യംബരീഷ പദമേവ ഭജേതി ഭൂമൻ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. ഭൂയോ ഭവന്നിലയമേത്യമുനിം നമന്തം. ഭൂയഃ എന്ന് പറഞ്ഞാൽ പിന്നെ ഭവന്നിലയം, അങ്ങയുടെ ലോകത്തിൽ, വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേർന്നു. ആദ്യം ബ്രഹ്മലോകത്തിൽ പോയി, അവിടെ നിന്നും കൈലാസത്തിൽ പോയി. സാക്ഷാൽ പരമശിവൻ കൊടുത്ത ഉപദേശം എന്തായിരുന്നു? പരമശിവ ഭഗവാൻ പറഞ്ഞത്, ഇത് ആരുടേതാണോ അവരുടെ അടുത്ത് ചെന്നാലേ നിനക്ക് രക്ഷയുള്ളൂ, അവർക്ക് മാത്രമേ ഈ ചക്രത്തെ നിയന്ത്രിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും സുദർശന ചക്രം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റേതാണ്. അതുകൊണ്ട് അവിടെ നിന്നും നേരെയോടി വൈകുണ്ഠലോകത്തിലാണ് എത്തിയത്. അവിടെ വന്നത് ഭവന്നിലയം ഏത്യ എന്ന്, അവിടെ ഭഗവാനെ അങ്ങയുടെ ലോകത്തിൽ വന്നിട്ട് മുനിം നമന്തം, ആ ദുർവാസാവ് മഹർഷി ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് പ്രോചേ ഭവാനഹമൃഷേന്നനുഭക്തദാസഃ, അവിടെ വന്ന് ഭഗവാനോട് അപേക്ഷിച്ചു, തൻ്റെ പിന്നാലെ വരുന്ന ഈ സുദർശന ചക്രത്തെ അങ്ങ് നിയന്ത്രിക്കണം, എന്നെ അല്ലെങ്കിൽ അത് ഉപദ്രവിക്കാനാണ് വരുന്നത്. ആ സമയത്ത് പ്രോചേ ഭവാൻ, ഭഗവാനെ അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തുവല്ലോ. എന്താ? അഹം ഋഷേ നനു ഭക്തദാസഃ. ഭവാനഹം ഋഷേ എന്നുള്ളത് ഭവാൻ അഹം ഋഷേയാണ്, 3 വാക്കുകളുണ്ട്. അപ്പോൾ പ്രോചേ ഭവാൻ അഹം ഋഷേ, ഞാൻ, അല്ലയോ മഹർഷേ, ഞാൻ നനു ഭക്ത
ഭക്തദാസഃ, ഞാൻ എൻ്റെ ഭക്തൻ്റെ ദാസനാണല്ലോ മഹർഷേ എന്ന് പറയാൻ കാരണം ആ അംബരീഷ മഹാരാജാവ് ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തനാണ്. തൻ്റെ നേരെ ആ കൃത്യ പാഞ്ഞെടുത്തിട്ടും ഭഗവാനെ അവിടുന്ന് ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ആ ഭക്തന് ഒരല്പം പോലും പതറിയില്ല. ഭഗവാന്റെ നിശ്ചയം അങ്ങനെയെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അതിനെ മാറ്റിമറിക്കുവാൻ ഞാൻ ആളല്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ആ അംബരീഷ മഹാരാജാവിൻ്റെ ഭക്തിയിൽ സംപ്രീതനായിരുന്ന ഭഗവാൻ ഇവിടെ ആ മഹർഷിയോട് പറയുവാണ്, അഹം ഭക്തദാസഃ ഋഷേ, അല്ലയോ മഹർഷേ, ഞാൻ എൻ്റെ ഭക്തൻ്റെ ദാസനാണ്. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, അതായത് ഞാൻ ഭക്തൻ്റെ ദാസനാണെങ്കിൽ ആ ഭക്തൻ്റെ അതായത് ഭക്തൻ്റെ ദാസനാണ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ സുദർശന ചക്രത്തെ നിയന്ത്രിക്കുവാൻ ഞാൻ അധികാരിയല്ല. കാരണം ഞാൻ എൻ്റെ ഭക്തൻ്റെ ദാസനാണ്. അപ്പോൾ എൻ്റെ ഈ സുദർശന ചക്രത്തെ നിയന്ത്രിക്കുവാൻ എൻ്റെ മുകളിൽ ഞാൻ കാണുന്ന എൻ്റെ ഭക്തനായ അംബരീഷന് മാത്രമേ കഴിയൂ എന്ന് പറയുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ആ ദുർവാസാവ് മഹർഷി ഒന്ന് ഓർമ്മിപ്പിച്ചു, ജ്ഞാനം തപശ്ച വിനയാൻവിതമേവ മാന്യം. ജ്ഞാനം തപശ്ച, അറിവും തപസ്സും ഒക്കെ, അതായത് ഇപ്പോൾ ദുർവാസാവ് മഹർഷിക്ക് ഇത് രണ്ടുമുണ്ട്, ജ്ഞാനവുമുണ്ട് തപസ്സുമുണ്ട്, അറിവുമുണ്ട് തപോബലവുമുണ്ട്. പക്ഷേ വിനയാൻവിതമേവ മാന്യം, വിനയാൻവിതം, വിനയവും കൂടി ചേരുമ്പോൾ മാത്രമേ ഏവ മാന്യം, അത് മാന്യമായിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മാനിക്കത്തക്കതാകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങേക്കിത് രണ്ടുമുണ്ട്. പക്ഷേ വിനയം എന്നൊന്നില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങയുടെ അറിവോ തപോബലമോ അത് ബഹുമാനിക്കത്തക്കതല്ലാതായിത്തീരുന്നു. അപ്പോൾ അറിവും തപോബലവും ഉള്ളത് കൊണ്ട് മാത്രം, തപസ്സും കൊണ്ട് മാത്രം അങ്ങ് ബഹുമാനിതനാകുന്നില്ല. മറിച്ച് ഇത് രണ്ടും ഒരുപക്ഷെ അങ്ങയോളം ഇല്ലെങ്കിലും വിനയം ഒന്നുകൊണ്ട് ആ അംബരീഷ മഹാരാജാവ് അങ്ങയേക്കാൾ ബഹുമാനിതനാണ് എന്നുകൂടി ഒന്ന് സൂചിപ്പിച്ചു. അതായത് എന്താണോ ദുർവാസാവ് മഹർഷിക്കില്ലാത്തത് അത് ആ ഒന്നിൻ്റെ മികവ് കൊണ്ടാണ് അംബരീഷ മഹാരാജാവ് തനിക്കേറ്റവും പ്രിയപ്പെട്ടവനായി മാറിയത്, അല്ലെങ്കിൽ ലോകം ബഹുമാനിക്കുന്നവനായി മാറിയത് എന്ന് കൂടി ഒന്ന് സൂചിപ്പിച്ചു അവിടെ. എന്നിട്ട് പറഞ്ഞു, യാഹി അംബരീഷ പദമേവ ഭജേതി ഭൂമൻ. യാഹി അംബരീഷപദം ഏവ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് യാഹി അംബരീഷപദമേവ. യാഹി, അതുകൊണ്ട് തന്നെ ഭഗവാനെ മഹർഷേ അങ്ങ് പൊയ്ക്കോളൂ. എങ്ങോട്ടേക്ക്? അംബരീഷപദം ഏവ, ആ അംബരീഷ മഹാരാജാവിൻ്റെ കാൽക്കൽ പോയി നമസ്കരിച്ചുകൊള്ളൂ. ആ അംബരീഷൻ്റെ പാദങ്ങൾക്ക് മാത്രമേ ഭജേതി ഭൂമൻ, ഭജ ഇതി, അവിടെ ചെന്ന് ശരണം പ്രാപിക്കൂ. അതിനൊന്നിനു മാത്രമേ അങ്ങയെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ അംബരീഷ മഹാരാജാവിൻ്റെ പാദങ്ങളിൽ പോയി നമസ്കരിച്ചിട്ട് ശരണം പ്രാപിച്ചുകൊള്ളൂ. നോക്കൂ, ഏതൊരു അംബരീഷ മഹാരാജാവിനെയാണോ തൻ്റെ ഗർവ് കൊണ്ട് നശിപ്പിക്കുവാൻ ഒരുമ്പെട്ടത്, തോൽപ്പിക്കുവാൻ തുനിഞ്ഞത് ദുർവാസാവ് മഹർഷി, ഇപ്പോൾ ത്രിമൂർത്തികളും 3 ചേർന്ന് അതേ ദുർവാസാവ് മഹർഷിയെ എത്തിക്കുന്നത് അതേ അംബരീഷ മഹാരാജാവിൻ്റെ പാദങ്ങളിലേക്കാണ്. വീണ് നമസ്കരിച്ചുകൊണ്ട് ശരണം പ്രാപിക്കുവാനാണ് ഇവിടെ ഭഗവാൻ ഉപദേശം കൊടുത്തത്. വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് നമുക്കിത് കാണിച്ചു തരുന്നത്. ത്രിമൂർത്തികൾ 3 പേരും തൻ്റെ ഗർവം കൊണ്ട് താൻ വരുത്തിവെച്ച ഈ ദുരന്തത്തെ എങ്ങനെ നീക്കണം, എന്താണ് ശരിയായ പാത എന്ന ശരിയായ മാർഗം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
സത്യലോകത്തിൽ നിന്നും ബ്രഹ്മാവ് കൈലാസലോകത്തിൽ പരമശിവ ഭഗവാന്റെ അടുത്തേക്ക് വിട്ടപ്പോഴും അവിടെ നിന്ന് ഈ ചക്രത്തിൻ്റെ ഉടമസ്ഥൻ ആരാണോ അങ്ങോട്ട് പോയി അവിടെ പോയി അഭയം പ്രാപിക്കൂ എന്ന് പറഞ്ഞ് വൈകുണ്ഠലോകത്തിലേക്ക് പറഞ്ഞു വിട്ടുവെങ്കിൽ ആ വൈകുണ്ഠലോകത്തിൽ നിന്നും ഭഗവാൻ ശരിയായ മാർഗത്തിലേക്ക് തന്നെ കൊണ്ടുവന്നെത്തിക്കുമെന്ന് പരമശിവ ഭഗവാന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഭഗവാനാകട്ടെ നേരെ ആ അംബരീഷ മഹാരാജാവിൻ്റെ കാൽക്കലേക്കാണ് ദുർവാസാവ് മഹർഷിയെ കൊണ്ടെത്തിച്ചത്. ഒരിക്കൽ നിന്ദിച്ച അതേ ദുർവാസാവ് മഹർഷി താൻ ആരെയാണോ നിന്ദിച്ചത് അതേ അംബരീഷ മഹാരാജാവിൻ്റെ പാദങ്ങളിൽ പോയി നമസ്കരിക്കാൻ പറയുമ്പോൾ നോക്കൂ, ഗർവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നാമ്പ് പോലും ഒടിച്ചു കളയുന്ന വിധത്തിലാണ് ഭഗവാൻ ശിക്ഷ വിധിച്ചത്. നമുക്ക് ബാഹ്യമായ ശരീരത്തിനേൽക്കുന്ന ദണ്ഡനം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലെ കറകളെ കഴുകിക്കളയുവാനാവില്ല. ഏതൊരു കർമ്മമാണോ പിഴച്ചത് അതേ കർമ്മത്തിൻ്റെ പിഴകളെ തിരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനാവുകയുള്ളൂ, ഭഗവത് പ്രീതിക്ക് അർഹനാവുകയുള്ളൂ എന്ന് കാണിച്ചു തരികയാണ്. ദണ്ഡനം വേണ്ടത് ഉള്ളിലാണ്. കാരണം ഈ പാപങ്ങളൊക്കെ അരുതാത്ത ഒരു ചിന്ത പോലും ഉണ്ടാകുന്നത് നമ്മുടെ ചിത്തത്തിലുള്ള കറകൾ കൊണ്ടാണ്. ആ ചിത്തത്തിൽ നിന്നാണ് കറകളെ കഴുകിക്കളയേണ്ടത്. ഇവിടെ ദുർവാസാവ് മഹർഷിയുടെ ഉള്ളിലുണ്ടായ ആ ഗർവ്, അതാണ് ഇവിടെ വേരോടെ തന്നെ ഭഗവാൻ അറുത്ത് കളഞ്ഞിട്ട് ആ അംബരീഷ മഹാരാജാവിൻ്റെ പാദങ്ങളിൽ പോയി നമസ്കരിച്ച് ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞ് ദുർവാസാവ് മഹർഷിയെ വിടുന്നത്. അപ്പോൾ നേരായ വഴി കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഉള്ളിലെ കറ അല്പം പോലും ഇനി ബാക്കി ഉണ്ടാവരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു ഭഗവാന്. തന്നെ ആശ്രയിക്കുന്നവരുടെ ഉള്ളിലെ അവസാനത്തെ കറ പോലും നീക്കിക്കളഞ്ഞ് ശുദ്ധരാക്കുക നമ്മുടെ അത് 3 മൂർത്തി സങ്കല്പങ്ങളുമായിക്കോട്ടെ, അത് തന്നെയാണ് ചെയ്യുന്നത്. തൻ്റെ ഭക്തൻ്റെ ഉള്ളിലെ കറകളെ നീക്കി ശുദ്ധീകരിക്കുകയാണ്. തന്നെ ആശ്രയിക്കുന്നവരെ പൂർണ്ണമായും ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ കടമകളിൽ നിന്ന്, ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മുടെ മൂർത്തികളൊന്നും പുറകോട്ട് പോകാറില്ല. നമ്മുടെയും ഒക്കെ ജീവിതത്തിൽ പല പല ദുരന്തങ്ങൾ, പല പല വിഷമങ്ങൾ വരുന്നത് നമ്മുടെ ഉള്ളിനെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളെ നേരായി വഴിക്ക് നയിക്കുവാൻ ഭഗവാന്റെ ഒരു കൃപയാണ്, കാരുണ്യമാണ് എന്നറിയുക. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോചേ ഭവാനഹമൃഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാൻവിതമേവ മാന്യം യാഹ്യംബരീഷ പദമേവ ഭജേതി ഭൂമൻ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭവാനഹം ഋഷേ, ഭവാൻ അഹം ഋഷയാണ്. നായുടെ ആകാരം ശ്രദ്ധിക്കുക. അതേപോലെ ഭക്തദാസ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത് യാഹി അംബരീഷ പദമേവ, യാഹി അംബരീഷ പദമാണ്. അവിടെ ഹ്യ എന്ന അക്ഷരത്തിന് ആകാരം കൊടുത്ത് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ നമുക്ക് കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.